ഇതായിരുന്നു നമ്മുടെ അനങ്ങന്മല. പക്ഷെ ഇങ്ങനെയല്ല ഇന്ന് നമ്മളും നമ്മുടെ അനങ്ങന്മലയും. ആരെയാണ് നാം നഷ്ടപ്പെടുത്താൻ കാത്തിരിക്കുന്നത്? ഇന്നലെ നാം കണ്ടത് കർണാടകയിലെ ദുരന്തത്തിൽ ദാരുണാന്ത്യം വരിച്ച സഹോദരൻ അർജുനെയാണെങ്കിൽ ഇന്ന് നമ്മൾ കാണുന്നത് ചൂരൽമലയിലാണ്. ഉരുൾപൊട്ടിയത് വയനാട്ടിലാണെങ്കിൽ മൃതദേഹങ്ങൾ കണ്ടുകിട്ടുന്നത് മലപ്പുറത്തെ ചാലിയാറിലും ഇരുവഴഞ്ഞിയിലുമാണ്. നാളെ നാം അതേ സ്ഥാനത്ത് കാണേണ്ടി വരുന്നത് എന്റെയും നിങ്ങളുടെയും മക്കളെയാണ്, നമ്മുടെ പ്രിയപ്പെട്ടവരെയാണ്. ഇറങ്ങിത്തിരിക്കേണ്ട സമയം എന്നെ അതിക്രമിച്ചിരിക്കുന്നു. ഉയർന്ന പ്രദേശങ്ങളിൽ നാം സുരക്ഷിതരാണ് എന്ന് കരുതുന്നവർക്ക് വലിയൊരു പാഠമാണ് ഇന്നത്തെ നമ്മുടെ വയനാട്. ഓരോ ദിവസവും നമ്മുടെ തലക്കുമുകളിൽ നിന്നും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അർജുനെ ഇല്ലാതാക്കിയ മലയിൽ നിന്നും പോയതിനേക്കാൾ എത്രയോ ഇരട്ടിയാണ്. ഓരോ സ്ഫോടനത്തിലും പടിഞ്ഞാറ്റുമുറിയിലെയും ചോലക്കുണ്ടിലെയും വീട്ടുജനാലകൾ കിടിലം കൊള്ളുന്നുവെന്നത് നമ്മൾ ജയിപ്പിച്ചു വിട്ട എത്ര നേതാക്കൾക്കറിയാം. നമ്മുടെ തലക്കുമുകളിൽ ടൺ കണക്കിന് മൺകൂനകൾ ഒരു പുതുമഴയെ കാത്തിരിക്കുന്നുവെന്നത് നമ്മളിൽ എത്ര പേർക്കറിയാം. വനമേഖലയുടെ അതിർത്തിയും കടന്ന് അനങ്ങന്മലയുടെ ഉച്ചിയിൽ ഒരേ സമയം 4ഓളം ഹിറ്റാച്ചികളുടെ കൈകൾ നമ്മുടെ ഹൃദയം വാരിക്കൂട്ടുന്നുവെങ്കിൽ ആരാണ് ഇതിനുത്തരവാദി? നമ്മൾ ഇനിയും ആരെയാണ് കാത്തിരിക്കുന്നത്? മഹാപ്രളയകാലത്ത് ജനങ്ങളെ മാറ്റിപ്പാർപ്പിച്ച ശേഷം വീണ്ടും മല തുറക്കാൻ അനുവാദം കൊടുത്ത മുനിസിപ്പാലിറ്റിയെയോ? അതോ മാസാമാസം മാസപ്പടി വാങ്ങിക്കാൻ വേണ്ടി മാത്രം മല കയറുന്ന നമ്മുടെ ഉദ്യോഗസ്ഥരെയോ? ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെപ്പോലും കബളിപ്പിച്ച് കൃത്രിമ രേഖകളിലൂടെ മല തുറക്കാൻ അനുവാദം നൽകിയ ജിയോളജി വകുപ്പിനെയാണോ നാം ആശ്വാസമായി കാണേണ്ടത്? പ്രിയപ്പെട്ടവരെ, വർഷങ്ങളായി നമ്മൾ അസ്വസ്ഥരാണ്. പക്ഷെ അപകടം വീട്ടുപടിക്കൽ വന്ന് മുട്ടിവിളിക്കാൻ കാത്തിരിക്കുകയാണോ ഇനിയും നമ്മൾ? സഹോദരൻ അർജുനെ മാത്രമല്ല, അദ്ദേഹം ഓടിച്ചിരുന്ന വാഹനം പോലും കണ്ടെത്താൻ കഴിഞ്ഞില്ല എങ്കിൽ അതിനേക്കാൾ വലിയ ഒരു ദുരന്തത്തിൽ ഒരു നാടിനെ തന്നെ കാണാതാവുന്ന അവസ്ഥയാണ് നമ്മുടെ മുന്നിൽ വന്നു നിൽക്കുന്നത്. ഓർക്കുക, നഷ്ടം എനിക്കും നിങ്ങൾക്കുമാണ്. പെറ്റുപോറ്റി വളർത്തിയ നമ്മുടെ മാതാപിതാക്കൾക്കാണ്. ഉമ്മറത്ത് നമ്മെ കാത്തിരിക്കുന്ന നമ്മുടെ മക്കൾക്ക് അവരുടെ പിതാക്കളെയാണ്. കണ്ടുകിട്ടിയില്ല അല്ലെങ്കിൽ തിരച്ചിൽ അവസാനിപ്പിച്ചു എന്നൊരു വാക്കിൽ നമ്മൾ അവസാനിക്കാതിരിക്കട്ടെ.